ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക്ക് പ്രേതത്തിനെ കണ്ടെന്നും പറഞ്ഞ് ബഹളം വെച്ചോണ്ട് അംബികയും ശേഖരനെയും യാമിനിയൊക്കെ വിളിച്ചോണ്ട് ഓടി വരുവാണ്. അംബിക ചോദിക്കുന്നു, എവിടാടാ നീ കണ്ടത്? നീ ചുമ്മാതെ പറയൂ. അല്ലമ്മേ, സത്യമായിട്ട് ഞാൻ കണ്ടതാ. ദേ അമ്മ അങ്ങോട്ട് നോക്ക്, അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ശേഖരൻ ചോദിക്കുന്നു, ആരാ അവിടെ? ആരാന്നാ ചോദിച്ചത്. അംബികയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിട്ട് ഓർക്കുക, ഇനി ഞാൻ വിഷം കൊടുത്തു കൊന്ന മഹാദേവർമ്മ സാറിൻ്റെ പ്രേതം വല്ലതും ആണോ? രാജുവും ഋതികയും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. രാജു പറയാ, അയ്യോ ശേഖരൻ സാറാ, പിടികൂടിയാൽ ചിലപ്പോൾ തെങ്ങേലം കാണാൻ പിടിച്ച് കെട്ടുവോ? അത് കേട്ടിട്ട് ഋതികയ്ക്ക് ചിരി വരും. ഓ, നിന്റെ ഒരു ചിരി, നാണം കെടാൻ പോകുന്ന ഞാനല്ലയോ? ആരാ അവിടെ? ചോദിച്ചത് കേട്ടില്ലയോ? വീണ്ടും ശേഖരൻ ചോദിക്കുക. അപ്പോഴവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ട് ഓടി വരുന്നു. എന്താ സാറേ? അതെ, ഈ ദീപക്കെ അവിടെ പ്രേതത്തിനോ യക്ഷിയോ ഏതാണ്ട് കണ്ടെന്നൊക്കെ പറയുന്നു. ആ സെക്യൂരിറ്റി ചോദിക്കുക, എന്താ സാറേ പറയുന്ന? പ്രേതമോ? ഇക്കാലത്ത് പ്രേതോ യക്ഷിയൊക്കെ ഉണ്ടോ? അല്ല, ആരാ പ്രേതത്തെ കണ്ടത്? ഞാനാ എന്ന് ദീപക് പറയുമ്പോൾ ആ സെക്യൂരിറ്റി പറയാ, എന്നാലൊരു കാര്യം ചെയ്യ്, ദീപക് സാറിനെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അംബിക അപ്പം ദേഷ്യത്തോടെ പറയാം, ഡോ താൻ പോയി പ്രേതം ഉണ്ടോ നോക്കണോടെ. ആ സെക്യൂരിറ്റി അപ്പം അങ്ങോട്ട് നോക്കിയിട്ട് പറയാ, യക്ഷിയും പ്രേതമൊക്കെ ഉണ്ടെങ്കിൽ ഗേറ്റിന് പുറത്ത് പോയിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പം മന്ത്രവാദിയെ വിളിക്കും. വീണ്ടും ശേഖരൻ ചോദിക്കുന്ന, ആരാ അവിടെ? രാജു പറയാം, ഓ പെട്ട് വന്നേ ഇങ്ങോട്ട്. ഒരു വളിച്ച ചിരിയോടെ ഋതികയും രാജു അവരുടെ മുന്നിലോട്ട് ചെല്ലുക. ഋതിക പറയുക, ഞങ്ങളാ ചെറിയച്ച. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? വെറുതെ നിന്നതാ ചെറിയച്ച. അതിന് രാജു യാത്ര പറഞ്ഞു പോയതല്ലയോ? രാജു ചമ്മലോടെ പറയുക, ഞാൻ പോയതാ, പക്ഷെ പിന്നെയും വന്നു. സെക്യൂരിറ്റി പറയാം, ഏത് വഴിയാ വന്നത്? ഞാൻ കണ്ടില്ലല്ലോ. രാജു നാണത്തോടെ പറയുക, ഋതുവിന് മഞ്ഞ് കൊള്ളണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. ശേഖരനും യാമിനിക്കും കാര്യം പിടികിട്ടി. അവരിങ്ങനെ ചിരിക്കുവാണ്. പക്ഷെ അംബികയ്ക്ക് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. അംബിക പറയാം, ഛേ നാണക്കേട്, നീ വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ദീപക്കനെ വലിച്ചോണ്ട് പോവുകയാണ് അംബിക. യാമിനി അവരെ രണ്ടുപേരെയും വിളിച്ച് റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് പറയാം, മോളിനി അമ്മാമ്മയുടെ റൂമിലോട്ടൊന്നും പോവണ്ട, ഇവിടെ കിടന്നാൽ മതി. രണ്ടുപേരും ഇങ്ങനെ ചൂളി നിൽക്കുന്ന കണ്ടോണ്ട് യാമിനി പറയാം, എന്തിനാ നാണിക്കുന്നത്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എൻ്റെ മോക്ക് മഞ്ഞ് കൊള്ളണമെങ്കിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. എൻ്റെ ചെറിയമ്മേ, ആ ദീപക് അവിടെ കാണാൻ പാതിരാത്രിക്ക് വരുമെന്ന് ആരറിഞ്ഞു? അല്ല ഋതുമോളെ, അവനെന്തിനാ പാതിരാത്രിക്ക് അങ്ങോട്ട് വന്നത്? അപ്പോൾ രാജു പറയാം, വല്ല മൂത്രം ഒഴിക്കാനോ മറ്റോ വന്നതായിരിക്കും. യാമിനി പറയാം, അയ്യേ, എല്ലാ റൂമുകൾക്കും ബാത്റൂം, ഗസ്റ്റ് ബെഡ്റൂമിന് അഡീഷണൽ ബാത്റൂം വരെ ഉള്ളതാ. എന്നിട്ട് പോയി അവൻ മുറ്റം വൃത്തികേടാക്കുന്നു. അത് കേട്ടിട്ട് രാജു പറയാം, അവൻ ജന്മനാ വൃത്തികെട്ടവനല്ലേ, വെറും കച്ചട. ശരി ശരി, നേരെ ഒരുപാട് വൈകി, ഇനി നിങ്ങൾ കിടന്നോ എന്നും പറഞ്ഞ് യാമിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അയ്യേ എൻ്റെ ഋതു, ഞാനങ്ങ് വല്ലാണ്ട് നാണം കെട്ടുപോയി. ഋതിക ചിരിച്ചോണ്ട് പറയുക, രാജുവിൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്തായാലും ഋതു, മഞ്ഞുകൊള്ളാൻ പോയ ഈ കഥയുണ്ടല്ലോ, ജീവിതകാലം മുഴുവനും ഓർക്കും. രാജു അങ്ങനെ ഒരു റൊമാൻസ് മൂഡോടെ ഋതിയെ നോക്കി പറയുക, എന്തായാലും ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് തണുക്കുന്നത് എന്നും പറഞ്ഞ് രാജു ഋതികയെ ഇങ്ങനെ മാറോടെ ചേർത്ത് പിടിക്കുവാണ്. രാജു രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊന്നും രാധമ്മയോ വേണുവേട്ടനോ ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടെ രാവിലെ ഇരുന്നുകൊണ്ട് എല്ലാവരും കാപ്പി കുടിക്കുവാണ്. കൊച്ചമ്മണിയും വേണുവേട്ടനും ഒക്കെ ഇരുന്ന് കാപ്പി കുടിക്കുക. രാധമ്മ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. കൊച്ചമ്മണി പറയുക, എനിക്ക് പണ്ട് ബെഡ് കോഫി കുടിക്കുന്ന ശീലവേ ഇല്ലായിരുന്നു. അപ്പോൾ വേണുവേട്ടൻ പറയുക, അപ്പോൾ ബെഡ് കോഫിക്ക് പകരം തേനായിരുന്നോ കുടിച്ചോണ്ടിരുന്നത്? അയ്യോ അതൊന്നും അല്ലച്ചാ, വെളുപ്പിന് 4 മണിക്ക് 2 കുറ്റി പുട്ടും മുട്ടക്കറിയും 2 പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കും. കൊച്ചമ്മയുടെ ആ കള്ളത്തരം കേട്ടിട്ട് വേണുവേട്ടനെ സഹിക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടനാണെങ്കിൽ രാധമ്മയോട് പറയാം, നേരം പരപര വെളുത്തതേ ഉള്ളു, തള്ള നേരം വെളുത്ത് തള്ളു തുടങ്ങി. അപ്പോൾ പ്രിയ ആണെങ്കിൽ ഒരു കപ്പ് കോഫിയായിട്ട് വന്ന് രാധമ്മയോട് ചോദിക്കുന്നു, അമ്മേ രാജുവിനെ കണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ അവനിതെവിടെ പോയി? വേണുവേട്ടൻ പറയുന്നു, അവൻ വല്ല നടക്കാനോ മറ്റോ പോയിട്ടുണ്ടാകൂടി. അവന് നടക്കാൻ പോകുന്ന ശീലം ഇല്ലല്ലോ വേണുവേട്ടാ, ചിലപ്പോഴവൻ വൈകിട്ട് ജിമ്മിൽ പോകാറുണ്ട്. അത് കേട്ടപ്പോൾ ആ മെനകെട്ട കൊച്ചമ്മണി ഒരു ദുർവ്യാഖ്യാനമാണ് പറയുന്നത്. ഭാര്യയെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടിട്ട് വെളുപ്പാങ്കാലത്ത് എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാ. എല്ലാവർക്കും തള്ളയെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട ദേഷ്യം വരുന്നുണ്ട്. വേണുവേട്ടൻ പറയുക, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, പിള്ളേർ വഴിതെറ്റി പോകുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യേണ്ടതേ രക്ഷകർത്താക്കളാണ്. രാധമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ പറയുന്നതിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നല്ലോ, അതെന്താണെന്നൊന്ന് തെളിച്ച് പറയാവോ? അത് രാധമ്മേ, പിള്ളേരല്ലേ, എന്തായാലും ഭാര്യ ഇവിടെ ഇല്ല. എന്നാൽ ആ പഴയ രമ്യയുടെ അടുത്തോട്ടൊന്ന് പോയാലോ എന്നാ വിചാരിച്ചു കാണും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനുമില്ല. രാധമ്മ ചാടി അങ്ങ് എഴുന്നേറ്റ്,
ദേണ്ടേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പേണിവേട്ടനും കല്ല് തുള്ളുക. ഈ പേട്ടുതലയുടെ വായിന്ന് വല്ലതും വന്നാലുണ്ടല്ലോ അത് കൊള്ളാം. അതിനെന്തിനാ നിങ്ങളെല്ലാവരും എൻ്റെ നേരെ ഇങ്ങനെ ചൂടാകുന്നത്? ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമല്ലേ? ചെറുപ്പക്കാരായാൽ അങ്ങനെയൊക്കെയാ. എടി രാധമ്മേ, ഈ തള്ള ഈ വീട്ടിലൊരു അലങ്കോലത്തിനുള്ള തിരികൊളുത്തുക. പ്രിയ പറയാ, പെൺപിള്ളാരെ കണ്ട തലകുനിച്ച് നടക്കുന്ന രാജുവിനെ പറ്റി ഈ തള്ള പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ വേണുവേട്ട, വന്ന് ഈ തള്ള ഒരു മഹാശല്യമായിട്ട് മാറുക. നമുക്ക് എന്ത് ചെയ്യാനാ രാധമ്മേ? അനുഭവിച്ചല്ലേ പറ്റൂ. എടി പ്രിയെ, നീ രാജുവിനെ എന്ന് വിളിച്ച് അവൻ വല്ല അത്യാവശ്യത്തിനും പോയതാണെങ്കിലോ? ശരിയച്ചാ എന്നും പറഞ്ഞ് പ്രിയ രാജുവിനെ ഫോൺ ചെയ്യാൻ പോവുകയാണ്. വേണുവേട്ടൻ, തള്ളേ, ഇനിയെങ്കിലും നാവടക്കി ഇവിടെ നിന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടി ചാക്കിനകത്തിട്ട് ഏതെങ്കിലും കൊടും വനത്തിൽ കൊണ്ടുപോയി തള്ളും നിങ്ങളെ ഞാൻ. അങ്ങനെ കൊച്ചമ്മണിയോട് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വേണുവേട്ടൻ രാധമ്മയെ അകത്തോട്ട് പോവുക. കൊച്ചമ്മണി പറയാം, ഓ പിന്നെ അങ്ങനെ കാട് കണ്ടാലൊന്നും പേടിക്കുന്നവളല്ല ഈ കൊച്ചമ്മണി. അങ്ങനെ പ്രിയ രാജുവിന് ഫോൺ ചെയ്യുക. ഈ സമയത്ത് രാജുവും ഹൃതികയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഫോൺ റിങ് ആകുന്ന ശബ്ദം കേട്ട് രാജു ഉറക്കത്തിൽ തന്നെ ഫോൺ എടുക്കുവാണ്. പ്രിയ ചോദിക്കുന്നത്, നീ ഇത് എവിടെയാടാ? ഞാനേ എൻ്റെ ഋതുമോളുടെ അടുത്താ. അപ്പോൾ നീ നിൻ്റെ ഋതുമോളുടെ അടുത്താ ഇല്ലേ? രാത്രി ഇവിടെ ഉറങ്ങാൻ കിടന്ന നീ ഞങ്ങളെയൊക്കെ പറ്റിച്ച് ഒരു കള്ളനെ പോലെ നീ നിൻ്റെ ഋതുമോളുടെ അടുത്ത് പോയി അല്ലേ? എടാ രാജു, വീടിൻ്റെ മുൻവാതിൽ തുറന്നിട്ടിട്ടാ നീ പോയത്. വീടിനകത്ത് കള്ളം കയറിയായിരുന്നെങ്കിൽ എന്തായാനേ? എന്തെങ്കിലും ഇവിടുന്ന് കട്ടോണ്ട് പോയിരുന്നെങ്കിലോ? അത് കേട്ടിട്ട് കൊച്ചമണി പറയാം, കട്ടോണ്ട് പോകാനേ ഇവിടെ രണ്ട് കൂട്ടാൻ ചട്ടി അല്ലാതെ വേറെ എന്തോ കട്ടോണ്ട് പോകാന്? അമ്മ, അവൻ ഋതുമോളുടെ അടുത്താണ്. അത് കേട്ടിട്ട് കൊച്ചമണി പറയാം, രായ്ക്ക് രാമാൻ അവൻ ചൂട്ടും കെട്ടി സംബന്ധ വീട്ടിൽ പോയേക്കുന്നു. പ്രിയയ്ക്ക് കലി വന്നിട്ട് വയ്യ. പ്രിയ പറയാ, അവൻ ഓട്ടം തുള്ളലുകാരനെ കറക്കിയെടുക്കാനും ഒന്നും അല്ലല്ലോ പോയത്. അവൻ പോയത് അവൻ്റെ ഭാര്യ വീട്ടിലേക്കല്ലേ? ഇനി ഇവിടെ നിന്നാൽ എല്ലാവരുടെയും വായിന് ശരിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി കൊച്ചമണി പെട്ടെന്ന് അവിടെ നിന്ന് തടി തപ്പി പോവുകയാണ്. പ്രിയ കോഫിയും കൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ രാധമ്മയ്ക്ക് ഒരു ചെറിയ റൊമാൻസ്. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. അവൻ ആരുടെയാ മോൻ? ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ അല്ലയോ മോൻ? രാജുവിന് പെട്ടെന്ന് സ്ഥലകാലബോധം ഉണ്ടായിട്ട്, അയ്യേ ഋതു എഴുന്നേക്ക്. എന്താ രാജു? പ്രിയ ചേച്ചി ഇപ്പം വിളിച്ചിരുന്നു. ഞാൻ അവിടുന്ന് ആരോടും പറയാതെയല്ലേ ഇന്നലെ പോന്നത്. അതിന് രാജു വന്നത് ഇങ്ങോട്ടല്ലേ? അതിന് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? രാജു ഫോൺ ഇങ്ങോട്ടും തന്നെ, ഞാൻ കൂളായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുവാണ് ഋതിക. ഋതിക അങ്ങനെ പ്രിയെ വിളിക്കുവാണ്. രാജു ആണല്ലോ വിളിക്കുന്നതെന്ന് ചോദിച്ച് പ്രിയ പറയുക, എന്താടാ പറഞ്ഞോടാ? പ്രിയച്ചി, ഞാനാ ഋതു. ആ പറമോളെ. ഇന്നലെ രാത്രി പെട്ടെന്ന് രാജുവിനെ ഇവിടേക്ക് വിളിച്ചത് ഞാനാ പ്രിയച്ചി. അക്കൗണ്ട്സിലെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നേരെ ഒത്തിരി വൈകി. പിന്നെ ഞാൻ വിട്ടില്ല. പ്രിയയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രിയ പറയാം, അത് പ്രശ്നമൊന്നുമില്ല മോളെ, മോളുടെ അടുത്തല്ലേ. അതൊക്കെ പോട്ടെ മോളെ, അക്കൗണ്ട്സുകൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പോ ചേച്ചി എന്നും പറഞ്ഞ് നാളത്തോടെ ഋതിക ഫോൺ കട്ട് ചെയ്യുവാണ്. എന്തായി ഋതു? ഒന്നുമില്ല രാജു, ആ പ്രോബ്ലം ഞാനങ്ങ് സോൾവ് ചെയ്തു. ഞാൻ പോയി ബെഡ് കോഫി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് ഋതിക അവിടുന്ന് റൂമിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്. യാമിനിയാണെങ്കിൽ രാവിലെ തന്നെ കിച്ചണിൽ ഓരോരോ വർക്കുകൾ ചെയ്യുവാണ്. ഗുഡ് മോർണിംഗ് ചെറിയമ്മേ എന്നും പറഞ്ഞ് ഋതിക ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഋതുമോളെ. ചെറിയമ്മേ, ഞാൻ രാജുവിനൊരു ബെഡ് കോഫി ഉണ്ടാക്കാൻ വന്നതാ. പെട്ടെന്ന് യാമിനി ചിരിച്ചോണ്ട്, വേണ്ട കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ മതി. പോയേ ചെന്ന് കുളിക്കുമോളെ എന്ന് പറയുമ്പോൾ അംബിക അങ്ങോട്ട് വരിക. അംബിക ഋതിയോട് ചോദിക്കുക, എന്താടി മഞ്ഞുകൊള്ളലൊക്കെ കഴിഞ്ഞോടി? ഋതിക അംബികയെ കളിയാക്കിക്കൊണ്ട് പറയാം, ഇല്ല, മഞ്ഞുകാലം തീരുന്നത് വരെ തോന്നുമ്പോഴൊക്കെ ഞാൻ മഞ്ഞ് കൊള്ളും. മഴക്കാലം വരുമ്പോൾ ഞാൻ മഴയും നനയും. ഈ മഞ്ഞും മഴയൊക്കെ ദൈവം തരുന്നതല്ലേ, അല്ലാതെ അതൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. അംബിക നേരെ വന്ന വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഋതികയുടെ ധൈര്യം കണ്ട് അംബികയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഋതിക എന്നിട്ട് യാമിനിയോട് പറയാം, ഞാൻ പോയി കുളിച്ചിട്ട് വരാൻ ചെറിയമ്മ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അംബിക അവിടെ നിന്നോണ്ട് പറയുക, എന്തായാലും പ്രതാപൻ എഴുന്നേറ്റ് വരാതിരുന്നത് നന്നായി. എന്തൊരു നാണക്കേടാ. രാത്രിയിൽ ഒരു ജാറിനെ പോലെ ഭർത്താവ് കയറി വരുന്നു, എന്നിട്ടോ മുറ്റത്തും പറമ്പിലും പ്രണയം. ഛേ, നാണക്കേട് തന്നെ. അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന യാമിനി ചോദിക്കുക, എന്തിനാ നാണക്കേട്? എന്താ അവിഹിതം വല്ലതുമാണോ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ചേച്ചി? മാത്രമല്ല നമ്മുടെ കുട്ടികളല്ലേ. എന്താ യാമിനി പറയുന്നത്? നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാലേ ഇതൊക്കെ മുറ്റത്ത് വെച്ചാണോ? അതിന് ചേച്ചി, അവരുടെ മുറ്റത്ത് വെച്ച് അവർ സംസാരിക്കുന്നു, അതിലെന്താ തെറ്റ്? അതെ, മാനാഭിമാനമൊക്കെ ഉള്ളവരുടെ വീട്ടിലെ ഇതൊന്നും പറ്റത്തില്ല. അംബികയ്ക്ക് ശരിക്കിട്ട് രണ്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ യാമിനി പറയാ,
ഉറങ്ങിക്കിടക്കുന്ന വേലക്കാരുടെ മുറിയിൽ ഒളിച്ചു കയറി അവളെ റേപ്പ് ചെയ്ത നിങ്ങളുടെ മകന്റെ പ്രവൃത്തി മാനാഭിമാനമുള്ളവർക്ക് ചേരുന്നതാണോ? അത് കേട്ടിട്ട് അംബിക എടി, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അംഗീകാരത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ച കുട്ടികളുടെ കാര്യത്തിൽ അവർ അഭീതം കണ്ടെത്തിയിരിക്കുന്നു. എടി യാമിനി, നീ മത്സരിക്കുന്നത് എന്നോടാണെന്ന് ഓർമ്മ വേണം. അതിനെ എനിക്ക് ആരോടും മത്സരമില്ല. ഞാനിവിടെ ജീവിക്കാൻ വന്നതാ. അതിന് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും. അത്രേ ഉള്ളു. ഇത് മത്സരമല്ല. ആ കുട്ടിയോടുള്ള നിങ്ങളുടെ ശത്രുത, അതിൻ്റെ കാരണവും എനിക്കറിയാം. പക്ഷേ ഇനി അത് നടക്കില്ല. ഈ പകയും വൈരാഗ്യമൊക്കെ ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി അധിക നേരം യാമിനിയുടെ അടുത്ത് നിന്നാൽ രക്ഷയില്ല. ഇനിയും വായിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അംബിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അംബിക ആകെ ദേഷ്യത്തോടെ പുറത്തോട്ട് വന്നിട്ട് കൊച്ചമ്മണിയെ വിളിക്കുക. കൊച്ചമ്മണി ഫോൺ നോക്കിയിട്ട് അയ്യോടാ അംബികയാണല്ലോ, എന്താ പ്രശ്നമെന്ന് അറിഞ്ഞില്ലല്ലോ. ഹലോ അംബിക. അംബിക ദേഷ്യത്തിൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? ഇതെന്താ അംബിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിനുള്ള പ്രതിഫലം അപ്പോഴപ്പോൾ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടു തരാറില്ലേ? അയ്യോ അംബിക, ഞാനതിനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ. അംബിക, ഇതുവരെ നമ്മുടെ അക്കൗണ്ട്സൊക്കെ വളരെ ക്ലിയർ ആണ്. ആണല്ലോ? അംബിക, എന്താ സംശയം? ആ രാജുവിനെയും ഋതികയും കീരിയും പാമ്പും പോലെ ആക്കുന്നതല്ലോ നമ്മുടെ കോൺട്രാക്ട് അതൊക്കെ തന്നെ അംബിക. ഞാനൊരു നല്ല ഒന്നാന്തരം വേല വെച്ച് അവരെ രണ്ടുപേരെയും കീരിയും പാമ്പും പോലെ ആക്കിയതല്ലേ. എന്നാൽ ഇപ്പോഴവരങ്ങനെയാണോ? എന്ത് ചെയ്യാനാ അംബിക? ഇപ്പൊ വീണ്ടും പൊരിച്ച കോഴിയും ചപ്പാത്തിയും പോലെ ആയിപ്പോയി. ഞാനിനി എന്ത് ചെയ്യൂ അംബിക? നിങ്ങളുടെ മുടിഞ്ഞ ബുദ്ധിയിലേ അവരെ പിരിക്കാൻ വേറെ ബുദ്ധിയൊന്നും ഇല്ലേ എൻ്റെ മുണ്ടയ്ക്കലമ്മേ? എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് അംബിക. എനിക്ക് ഓരോ വയസ്സ് കൂടുന്തോറും എനിക്ക് കുരുട്ട് ബുദ്ധികൾ കൂടിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തത്. അയ്യോ എൻ്റെ മുണ്ടയ്ക്കലമ്മേ, ആ രാജുവും ഋതികയും വലിയ ശല്യമാണ് എനിക്ക്. ഇപ്പൊ അവളെ പിരിഞ്ഞ് അവനും, അവനെ പിരിഞ്ഞ് അവക്കും ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. പ്രണയം രണ്ടിനും മുടിഞ്ഞ പ്രണയം. എല്ലാം ഞാൻ അറിയുന്നുണ്ട് അംബികയെ. ഈയിടെയായിട്ട് ലവ് കുറച്ച് കൂടുന്നുണ്ട്. എന്തായാലും ഉടനെ ഞാനൊരു പണി കൊടുക്കും. എന്നാലേ വേഗം വേണം മുണ്ടയ്ക്കലമ്മേ, അല്ലെങ്കിൽ നമ്മൾ തെറ്റുവേ. അങ്ങനെ പറഞ്ഞ് അംബിക അങ്ങ് ഫോൺ കട്ട് ചെയ്ത് ഋതിക കോഫിയും കൊണ്ട് റൂമിൽ വരുമ്പോൾ രാജു ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കോഫി കൊണ്ട് കൊടുത്തിട്ട് ഋതിക ചോദിക്കുന്നു, എന്താണോ താനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആഹാ, അത് ശരി, ഭർത്താവിനെ കയറി എടാ പോടെന്നൊക്കെ വിളിക്കും അല്ലേ? അതിനെന്താ രാജു കുഴപ്പം? അന്യോന്യ എടാ എടി എന്നൊക്കെ വിളിക്കുന്ന കപ്പിൾസ് ഇല്ലേ? എന്നാ പിന്നെ എന്ത് ചെയ്യാനാ? ഋതുമോൾ എന്തെങ്കിലുമൊക്കെ വിളിക്ക്. ഋതു പറയാ, ഒരു സന്യാസിയെ പോലെ നടന്ന രാജു ഗുരുസ്വാമി എത്ര പെട്ടെന്നാ സ്നേഹനിധിയായ ഹസ്ബൻഡായത്. എന്ത് ചെയ്യാനാ? വാസ്തവം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കണ്ടെന്നേ കരുതി നടന്നതാ. അപ്പോൾ സ്വാമിയാകാനായിരുന്നു ആഗ്രഹം. സ്വാമി ആസാമിയൊന്നും ആകാനല്ല. പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇങ്ങനൊരു ഉഴപ്പനായിട്ട് ഇങ്ങനെ നടക്കണം. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ പിടിച്ച് തളച്ചു അല്ലേ രാജു? അതെന്താ ഋതു, തളയ്ക്കാൻ ഞാനെന്താ ആനയാണോ? ഞാൻ സന്യാസിയായി പോയിരുന്നെങ്കിൽ എൻ്റെ ഋതുക്കുട്ടിയെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നോ? രാജുവിൻ്റെ ആ റൊമാൻസ് കണ്ടിട്ട് ഋതിക പറയാം, ഒന്ന് പോയേ ഇനിയേ മഴക്കാലമൊക്കെ വന്നിട്ട് പ്രേമിക്കാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി രാജു. എന്താ ഋതു? ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് രാജു പോയിന്ന് ഫ്രഷായ എന്നും പറഞ്ഞ് രാജുവിനെ ബാത്റൂമിലോട്ട് തള്ളി വിടുന്നുണ്ട് ഋതിക. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റിന് അംബികയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. പ്രതാപനും ശേഖരനും വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, എല്ലാവരും വന്നിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? അംബികയ്ക്ക് അതൊട്ടും സുഖിച്ചില്ല. അംബിക പറയാം, വിശപ്പുള്ളവരൊക്കെ വന്ന് കഴിച്ചോളും. അങ്ങനെയാണോ ചേച്ചി എൻ്റെ മര്യാദ? കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം? ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ്. കുടുംബം ഐശ്വര്യപൂർണ്ണമാണെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലും വെളിച്ചമുണ്ടാവും. അതാണ് ചേച്ചി സത്യം. അത് കേട്ടിട്ട് ശേഖരൻ പറയാം, അതിന് ചേച്ചി കുടുംബമെന്ന നിജസ്ഥിതിയെ ഒന്നും വിശ്വസിക്കത്തില്ലല്ലോ. ഉണ്ടായിരുന്ന സ്വന്തം കുടുംബവും തകർത്ത് കളഞ്ഞില്ലേ? അത് കേട്ടിട്ട് അംബിക പറയാം, ദേ ശേഖര, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഓരോ കാര്യങ്ങൾ കണ്ടെൻ്റെ കൺട്രോൾ പോയിരിക്കുക. ഞാനിനി എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ കുടുംബം ഞാൻ തകർത്തതൊന്നും ഇല്ലടാ, ഇതാടാ എൻ്റെ കുടുംബം. പ്രതാപൻ പറയാം, എന്താ ചേച്ചി ഇത്? ചേച്ചിയേക്കാൾ എത്ര വയസ്സിന് ഇളയതാവൻ? അവനിനി എന്തെങ്കിലും ഒരു അവിവേകം പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. ചേച്ചിയല്ലേ ഞങ്ങളെക്കാളൊക്കെ മൂത്തത്. അപ്പോൾ ചേച്ചിയല്ലേ അതൊക്കെ ക്ഷമിക്കേണ്ടത്. സമ്പത്തല്ല ചേച്ചി മനുഷ്യന് വലുത്, സമാധാനമാണ്. അത് ചേച്ചി മറന്നു പോകരുത്. എന്തായാലും പോട്ടെ, ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ടാക്കി ഈ ദിവസത്തിൻ്റെ ഒരു ശോഭ കളയരുത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സരസ്വതിയമ്മ അങ്ങോട്ട് സന്തോഷത്തോടെ വരുന്നുണ്ട്. പ്രതാപം പറയുന്നു, അല്ല ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടില്ലല്ലോ, അവരിപ്പോൾ വരും ചേട്ടാ എന്നിങ്ങനെ യാമിനിയും പറയുന്നു. അംബികയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. നല്ല ദേഷ്യം വരുന്നുണ്ട്. മനസ്സിൽ പറയാ, ഇവനിപ്പം പുത്രിവാത്സല്യം അല്പം കൂടുതലാണല്ലോ. യാമിനി പറയാ, ഞാൻ പോയി അവരെ വിളിക്കാം. അത് കേട്ടിട്ട് അംബിക, അവരെന്താ VIP കളാണോ ചെന്ന് ക്ഷണിക്കാൻ?
വരുമ്പോൾ വരട്ടെ. സരസ്വതി അമ്മയ്ക്കും പ്രതാപനും ശേഖരനും ആർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാവരും അംബികയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. അപ്പോൾ രാജുവും ഹൃതിയെ അങ്ങോട്ട് വരുന്നുണ്ട്. രാജു പറയുന്നുണ്ട്, സോറി, ഞങ്ങൾ വരാനൊരല്പം വൈകിപ്പോയി. അതൊന്നും സാരമില്ല മോനെ, ഇരിക്കി. ഇങ്ങനെ സരസ്വതി അമ്മ പറയുക. പ്രതാപൻ പെട്ടെന്ന് ചോദിക്കുക, രാജു ഇന്നലെ രാത്രി എല്ലാവരോടും യാത്ര പറഞ്ഞു പോയതല്ലേ, പിന്നെ എപ്പോൾ തിരിച്ചെത്തി? രാജുവും ഹൃതിയും ഒരുമാതിരി ചമ്മലോടെ നിൽക്കുക. പെട്ടെന്ന് സരസ്വതി അമ്മ പറയുക, രാജുവിന് അപ്പോഴപ്പോൾ അവൻ്റെ അമ്മയെ കാണും, അപ്പോഴവൻ അങ്ങോട്ട് ഓടിപ്പോവും. അപ്പോഴാണ് ഓർക്കുന്നത് അതിനേക്കാൾ വലുതാണല്ലോ ഭാര്യയെന്ന്. അങ്ങനെ രാജു തിരിച്ചോടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് രാജുവിന്. പ്രതാപൻ ചിരിച്ചോണ്ട് പറയും, ഏയ് രാജു അങ്ങനെയൊന്നുമല്ല, അവൻ എല്ലാവരോടും വലിയ സ്നേഹമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹം രാധമ്മയോടും ഹൃതിയോടുമാണ്, അല്ലേടാ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കും. അതേന്ന് രാജുവും പറയുന്നുണ്ട്. യാമിനി പറയുക, രാജുവിനാണെങ്കിൽ ഇപ്പോൾ രാജുവിൻ്റെ ഋതുമോളെ കാണാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാവരും കൂടെ രാജുവിനെ ഹൃതിയെ ഇട്ട് കളിയാക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അംബികയും മകൻ ദീപക്കൂടെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഉടനെ രാജുവിൻ്റെയും ഹൃതികയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ ആ കൊച്ചമ്മണിയെ കൂട്ടുപിടിച്ച് ചെയ്യും. അതെന്താണെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.